ജീവിതമാകുന്ന തോണിയില്ല, ഈ ജീവിതമാകുന്ന മഹാസമുദ്രത്തെ കൂടെ നമ്മൾ അലയുമ്പോൾ അതിൽ നമ്മളെ സമാധാനത്തിന്റെ തീരത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഏകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ ഘോഷിക്കുന്നു. അവൻ നിങ്ങളുടെ സമാധാനം, അവൻ നിങ്ങളെ രക്ഷിക്കുന്നവന്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം വേണമെങ്കിൽ ആ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊള്ളുവേൻ. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെ സ്നേഹിക്കുന്നു? സ്വന്തം പ്രാണനെ നൽകി തന്ന് സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലെ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിയോടുകൂടെ തന്നെ പ്രാണനെ ഉപേക്ഷിച്ച് കളയുമ്പോൾ അതിന്റെ ഉത്തരവാദി നമ്മളാണ്. നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട്, എന്നെ സ്നേഹിച്ചുകൊണ്ട് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് മരിച്ചിരിക്കുന്നുള്ള നല്ല വാർത്ത നിങ്ങളോട് അറിയിക്കുന്നു. അതേ, നിങ്ങളിനെയും പിശാചിനെ ഭയപ്പെടേണ്ട. നിങ്ങളിനെയും ജീവിതത്തിന്റെ കഠിനമായിരിക്കുന്ന വേദനകൾ കൂടെ കടന്നു പോകുമ്പോൾ ആത്മഹത്യയെ പറ്റി ചിന്തിക്കേണ്ട. നിങ്ങളിനി നിങ്ങളുടെ ജീവിതത്തിന്റെ ദുസ്സഹമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആരും എനിക്ക് സഹായകമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട കാര്യമില്ല. നിനക്കൊരു സഹായകനുണ്ട്. യേശുക്രിസ്തു എന്നാണ് അവന്റെ നാമം. അവൻ ഇതാ ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങളെ ഏറ്റ് മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ ഇന്നും ജീവിക്കുന്നു.